ഉപ്പാനോട് തന്നെ മിണ്ടല്ലേ ഇപ്പോഴത്തെ കുട്ടികൾ. മിണ്ടാറുണ്ട്. ഏത് ഉപ്പാനോടും മിണ്ടൂല. ഭാര്യൻ്റെ ഉപ്പാനോടും സ്വന്തം ഉപ്പാനോടും മിണ്ടൂല. എങ്ങനെയുണ്ടാല് വീട്ടിൽ കയറുമ്പോൾ വാലേക്കും അസ്സലാം കഴിച്ചാ ഇതേതാ ഭാഷ എന്ന് തന്നെ മനസ്സിലാവില്ല. എന്തെന്നാ ചങ്ങായിമാർ നമുക്കൊക്കെ പറ്റി? നമ്മളെന്താ ഈ പഠിച്ചതൊക്കെ? ശരിക്കും ഈ പച്ച സാധുക്കളായ ഉപ്പമാരെ കൈയൊക്കെ പിടിച്ചിട്ട് മുസാഫത്തൊക്കെ കയറി എന്തൊരു രസമുണ്ടോ. കിതാബിൽ പറയണത് രാവിലെയും വൈകുന്നേരം ഉപ്പാനൊക്കെ ഒന്ന് ചുംബിക്കാൻ പറ്റിയാൽ നല്ലതാന്ന. ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പൊരുത്തം ഒരാൾ വാങ്ങിനോ? സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു പറയുന്നുണ്ട്, അയാൾ ഈമാനോടെ മരിക്കുക. ഉപ്പാരും ഉമ്മാരും പൊരുത്തമില്ലേ, അയാൾ എത്ര വലിയ ഖാളി മുദരിസ്, എത്ര വലിയ സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാലും അയാൾ വിജയിക്കൂല. ഉപ്പാനോടും ഉമ്മാനോടുള്ള കടപ്പാട് പറയുന്നിടത്ത് കിതാബുകളിൽ കാണാം, ഉപ്പാനെയും ഉമ്മാനെയും ധിക്കരിച്ചിട്ട് ജീവിക്കുന്ന, ഭാര്യയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഉമ്മാനെ ചെറുതാക്കുന്ന ആരെങ്കിലും നിന്റെ സൗഹൃദ വലയത്തിലുണ്ടെങ്കിൽ അത് നീ ഒഴിവാക്കണം. നീ ഉപ്പാനോടും ഉമ്മാനോടും കടപ്പാട് അടിപൊളിയായിട്ട് നിർവഹിക്കുന്നുണ്ട്, പോരാ, നിന്റെ സുഹൃത്തുക്കളിൽ തന്നെ ഉപ്പാനും ഉമ്മാനും ധിക്കരിക്കുന്ന ഒരാളുണ്ടാവരുത്. എങ്ങനെയുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇത്രയും ചില സുന്നത്തുകൾ തന്നെ ഉമ്മ നിർബന്ധിച്ചത് ഒഴിവാക്കണം എന്ന്. ഉമ്മ വാശിക്ക് പറഞ്ഞല്ല. ഒരു ഉദാഹരണം പറയാം. എന്തിനാ ഉദാഹരണം? നമുക്കെല്ലാം അറിയില്ലേ. സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഉമ്മ വിളിച്ചു. ഉമ്മാക്ക് വിഷമാവും നമ്മൾ കൈ ഇളക്കിയിട്ട് പോയിട്ടില്ലെങ്കിൽ. പോകണം എന്നല്ലേ നിയമം. സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ നിസ്കാരം ആരോടുള്ള വർത്താനം? അള്ളാഹിനോടുള്ള വർത്താനം. അവിടെ കൈ ഇളക്കണമെന്ന് അള്ളാഹിന്റെ നിയമം ഒന്ന്. കൂലിനാനല്ലേ ഏറേണ്ടത്? ഈ പോട് ഉമ്മയെ വിളിച്ചത്. അതിനേക്കാൾ ഇനി പറയണം. ഉമ്മ പറയണം, മോൻ ഇന്ന് പള്ളിയിൽ പോകണ്ടവനെ, മഴയും കാറ്റും കോളൊക്കെ ആയിട്ട് ഉമ്മാക്ക് ഒരു പേടി, കറണ്ട് ഇടക്കിടക്കേ പോകുന്നുണ്ട്, പവർ കട്ടായിട്ട്. മോനെ ഇവിടുന്ന് ജമാഅത്താക്കിയാൽ മോനി മാമെന്ന്. ഇന്നോ റമദാൻ 21 ഉമ്മ എന്താ പറയണത്? ഒരു മസലയും പറയാൻ നിൽക്കരുത്. ഉമ്മാക്കവിടെ വീട്ടിൽ നിന്ന് ജമാഅത്താക്കി കൊടുക്കുക. ഇസ്ബാത്തുൽ ഹുജ്ജത്തി അലൽ വാലിദീൻ മിൻ ഉഖൂഖിൽ വാലിദീൻ. ഉപ്പാക്കും ഉമ്മാക്കും എതിരെ നീ തൊഴഫി നിഹാ എന്ന് ഉദ്ധരിക്കാൻ പാടില്ല.